നമസ്കാരം. റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ കുറയ്ക്കുന്ന ഇന്ത്യൻ എണ്ണ കമ്പനികൾക്ക് പകരം സൗദിയിൽ നിന്നും കൂടുതൽ എണ്ണ വാങ്ങാൻ തുടങ്ങിയിരിക്കുകയാണ്. ഗയാനയിൽ നിന്നുമുള്ള ഇറക്കുമതിയും വർദ്ധിപ്പിച്ചു കഴിഞ്ഞു. ഏതായാലും ജനുവരി മുതൽ പുതിയ നീക്കങ്ങളാണ് ക്രൂഡ് ഓയിൽ വിപണിയിൽ പ്രകടമാകുന്നത്. നൈജീരിയ ഉൾപ്പെടെയുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യ വൻതോതിൽ എണ്ണ വാങ്ങാൻ ആരംഭിച്ചിട്ടുണ്ട്. റഷ്യയുടെ ക്രൂഡ് ഓയിൽ ആയിരുന്നു പ്രധാനമായും ഇന്ത്യ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ആശ്രയിക്കുന്നത്. എന്തായാലും അമേരിക്ക ഉപരോധം പ്രഖ്യാപിച്ചതോടെ ഇന്ത്യ തങ്ങളുടെ അടവ് നയമൊന്നും മാറ്റിയിരിക്കുകയാണ്. മറ്റു പല രാജ്യങ്ങളിൽ നിന്നായി വാങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്, അതായത് എണ്ണ വാങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഇക്കൂട്ടത്തിൽ അമേരിക്കയും ഉൾപ്പെടും. എന്നാൽ പരമ്പരാഗതമായി ക്രൂഡ് ഓയിൽ വാങ്ങിയിരുന്ന സൗദിയെയും ഇറാഖിനെയും കൂടുതൽ ആശ്രയിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യ ചെയ്യുന്നത്. കാരണം റഷ്യയെ ആശ്രയിക്കുമ്പോൾ മാത്രമാണ് അമേരിക്കയ്ക്ക് ഒട്ടുമിക്ക പരാതിയും വരുന്നത്. അപ്പോ ചെറുതായി ഇന്ത്യ ഒരു അടവ് നയം മാറ്റിയിരിക്കുകയാണ്. റഷ്യയിൽ നിന്നും വാങ്ങുന്ന ക്രൂഡ് ഓയിൽ അളവിൽ 3% ഇന്ത്യ കുറവ് വരുത്തിയിട്ടുണ്ട്. പകരം ഗയാനയിൽ നിന്നും 2 വർഷത്തിനിടെ വീണ്ടും ക്രൂഡ് ഓയിൽ വാങ്ങാൻ വേണ്ടി തുടങ്ങി എന്നതാണ് എടുത്തു പറയേണ്ടി വന്ന ഒരു മാറ്റം. സൗദി അറേബ്യയിൽ നിന്നുമുള്ള ഇറക്കുമതി 1/3 വർദ്ധിപ്പിക്കുകയും ചെയ്തു. ജനുവരിയിൽ ആദ്യ പകുതിയിൽ ഇന്ത്യയിലേക്കുള്ള ക്രൂഡ് ഓയിലിന്റെ വരവ് കണക്കിൽ, അതായത് ക്ലെപ്പർ ഡാറ്റ ഉദ്ധരിച്ചാണ് മാധ്യമങ്ങൾ ഇക്കാര്യം നൽകിയിരിക്കുന്നത്. ഗയാനയിൽ ഓരോ ദിവസവും 2.97 ലക്ഷം ബാരൽ എണ്ണയാണ് വാങ്ങുന്നത്. അതേസമയം ഈ ലാറ്റിൻ അമേരിക്കൻ രാജ്യത്തിൽ നിന്നും ക്രൂഡ് ഓയിൽ വാങ്ങി ഇന്ത്യയിൽ എത്തിക്കുമ്പോൾ വലിയ ചെലവാണ് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ 2 വർഷമായി കാര്യമായ ഇറക്കുമതി ഇല്ലാതെ ഇരുന്നതും. എന്നാൽ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ മറ്റു ചെലവുകൾ നോക്കാതെ ഇറക്കുമതി ചെയ്യുകയാണ് ഇന്ത്യയും. സൗദി അറേബ്യയിൽ നിന്നും വാങ്ങുന്ന ക്രൂഡ് ഓയിലിന്റെ അളവ് ഇന്ത്യ 36% വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഓരോ ദിവസവും 9.54 ലക്ഷം ബാരൽ എണ്ണയാണ് സൗദിയിൽ നിന്നും വാങ്ങുന്നത്. ഇറാഖിൽ നിന്ന് 18% ഇത് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 10.7 ലക്ഷം ബാരൽ എണ്ണയാണ് ഇറാഖിൽ നിന്നും ഓരോ ദിവസവും ഇറക്കുമതി ചെയ്യുന്നത്. അതേസമയം UAE-യിൽ നിന്നും ക്രൂഡ് ഓയിൽ ഇറക്കുമതി 40% കുറച്ചു. 3.52 ലക്ഷം ബാരൽ എണ്ണയാണ് UAE-യിൽ ഇറക്കുമതി ചെയ്തത്. പശ്ചിമേഷ്യ, ലാറ്റിൻ അമേരിക്ക എന്നീ മേഖലകൾക്ക് പുറമെ ഇന്ത്യ ആഫ്രിക്കയിൽ നിന്നുമുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതിയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നൈജീരിയയിൽ നിന്നുമുള്ള ഇറക്കുമതി ഇരട്ടിയാക്കി. 3.05 ലക്ഷം ബാരൽ എണ്ണയാണ് നൈജീരിയയിൽ നിന്നും കഴിഞ്ഞ ഓരോ ദിവസവും വാങ്ങിക്കൂട്ടിയത്. അങ്കോളയിൽ നിന്നും വാങ്ങുന്ന അളവ് ഇതെന്ത് ചെയ്തു? 3 ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചു. 1.95 ലക്ഷം ബാരലാണ് ഓരോ ദിവസവും വാങ്ങിക്കൂട്ടുന്നത്. അമേരിക്കയിൽ നിന്നും 3.49 ലക്ഷം ബാരലും. ഇപ്പോഴും റഷ്യയിൽ നിന്ന് തന്നെയാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത്. പക്ഷെ ഇതിന് ചെറിയൊരു കുറവ് വരുത്തിയിട്ടുണ്ട് എന്നത് മാത്രമാണ് സത്യം. 11.7 ലക്ഷം ബാരൽ എന്നാൽ കഴിഞ്ഞ വർഷത്തെ ശരാശരിയുമായി താരതമ്യം ചെയ്യുമ്പോൾ 30% കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ കുറവ് നികത്താനാണ് മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കുന്നത്. ഇതിൽ നിന്നും ഗനായനും സൗദി അറേബ്യയ്ക്കും ഇറാഖുമാണ് വലിയ നേട്ടം കൊയ്യുന്നത്. ഏഷ്യയിലേക്കുള്ള എണ്ണയ്ക്ക് വില കുറച്ചു കൊടുത്ത സൗദി അരാംകോയുടെ തന്ത്രം വിജയിച്ചു കാണുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ്, അതായത് വില കുറവുള്ള സ്ഥലത്ത് നിന്നുമാണ് ഇന്ത്യ കൂടുതൽ വാങ്ങുന്നത് എന്നതാണ് ഇന്ത്യയുടെ തന്ത്രവും. ഇന്ത്യ എങ്ങനെ ബിസിനസ് വർദ്ധിപ്പിക്കാം എന്ന തന്ത്രമാണ് ഇതിലൂടെ കാണിച്ചു തരുന്നത്.